നല്ലൊരു ഗോളാണ്. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ 13 റാങ്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ല്ലേ? അതിന് നമുക്ക് ഒരു 10,00,000 സെയിൽസ് ഗോൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ 13 റാങ്ക് എത്തുക എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റാങ്കുകൾ അല്ലെ, നമ്മളെ കൊണ്ട് എത്ര റാങ്ക് വരെ എത്താൻ സാധിക്കും ഒരു വർഷം കൊണ്ട്, അത് കാൽക്കുലേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ രീതിയിലുള്ള ഒരു ഗോള് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഗോളിൽ ഫസ്റ്റ് ഒരു വർഷം 2026 മെയ് മാസം 19-ാം തീയതിയായി ഇന്ന്. അപ്പൊ ഈ ഏകദേശം ഈ ഒരു വർഷത്തിന്റെ പകുതിയോളം എടുത്തു. അപ്പൊ ഇനി ഒരു 6 മാസമാണുള്ളത്. അപ്പോൾ 6 മാസത്തേക്കുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഗോളിൽ നമ്മൾ എത്ര റാങ്ക് അല്ലെ, ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആളെ സംബന്ധിച്ചിടത്തോളം അവര് എത്ര റാങ്ക് ആണ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, അല്ലെങ്കിൽ 3 റാങ്ക് അല്ലെ 4 റാങ്ക്, ആ ഒരു റാങ്ക് എന്നുള്ള രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യാം. മറ്റുള്ള റാങ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ അടുത്തുള്ള 2-3 അല്ലെങ്കിൽ ഒരു റാങ്ക് എന്നുള്ള രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഒരു സക്സസ്ഫുൾ ആയ ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഹാബിറ്റിൽ ഫസ്റ്റ് ഹാബിറ്റ് ആണ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഉത്തരവാദിത്തം വരും അല്ലെ. എനിക്ക് ഈ റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉത്തരവാദിത്തത്തോടു കൂടി വർക്ക് ചെയ്യേണ്ടതുണ്ട്. വിജയീകരണത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, ഇതിലെ ലീഡേഴ്സിനോട് ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. ഞാൻ സ്വയം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു മാറ്റം എന്നിൽ ഉണ്ടാകണം അല്ലെ. അപ്പോൾ ആ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. അപ്പം ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ഞാൻ മുന്നോട്ട് തന്നെ പോകണം. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ജീവിതത്തിൽ ഒരു അടുക്കുചിട്ടുകൾ ഉണ്ടാവും. ഇതുവരെ നമ്മൾ ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് വ്യത്യാസമായി ഞാനൊരു ബിസിനസ്സിലേക്ക് മാറിയിട്ടുള്ളതാണ്. ഒരു ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി വരുമാനം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബിസിനസ്, അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി പോകുമ്പോൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള സ്വഭാവത്തിൽ നിന്നുള്ള വ്യത്യസ്തമായി അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളെ ആ സ്വഭാവ രൂപീകരണമൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉത്തരവാദിത്തത്തോട് ഏറ്റെടുക്കാൻ തയ്യാറാകുക. മൂന്നാമത്തെ പോയിന്റ് ആയാല് സോറി ആദ്യം രണ്ടാമത്തെ പോയിന്റ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എടുക്കുക. അവസാനം മൂന്നാമത്തെ പോയിന്റ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ലോകത്തിലെ ഏറ്റവും ശക്തമായുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ പട്ടാളാണ് അല്ലെ. പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ആണ് അവരുടെ ഏറ്റവും പ്രത്യേകത. ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് അവരെ ആ ഒരു ചട്ടക്കൂടായുള്ള ഒരു ജീവിതം ഉണ്ടല്ലേ, അവരെ എല്ലാ ഫോഴ്സും കാര്യങ്ങളും വെച്ച് അവരെ എല്ലാ കാര്യങ്ങളും അടുത്ത് ചിട്ടോടുകൂടി നിന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡിസിപ്ലിനോട് കൂടി ഇത് തന്നെയാണ് ആ ഒരു മേഖല പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാകുന്ന ഏറ്റവും ഘടകം എന്താ, നമ്മളെ മൈൻഡാണ്, മനസ്സാണ് ശക്തമായുള്ള ആയുധം. അപ്പോൾ ആ ആയുധത്തെ നമ്മൾ എപ്പോഴും ഈ ഡിസിപ്ലിനോട് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ സമയത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ പോവുക. സമയമാണ് ഏറ്റവും വലിയ പ്രാധാന്യത്തോട് കൂടി കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ മീറ്റിങ്ങിന് വേണ്ടി സമയം ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ചേഞ്ചസ് അല്ലെ, അതിനുള്ള ചേഞ്ചസ് നമ്മൾ ഈ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോ ഒരു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ, ഫോണിൽ ഫേസ്ബുക്ക് ആയാലും
വാട്സപ്പ് ആയാലും അതുപോലെ ഇൻസ്റ്റഗ്രാമോ എല്ലാം നോക്കുന്നു. അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതില് പെർമനന്റ് ആയിട്ട് അല്ലെ നമ്മളെ വിജയിക്കാൻ വരുന്ന ഒരു കാര്യമാണ് ഫിജിക്കായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഒരു വിജയിക്കണമല്ലേ, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമ്മളുടെ ആ സമയത്തുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി കാണുന്നത് മാത്രം വീഡിയോസ് ആണ്. ഈ ഒരു കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തന്നെ വിജയിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ജീവിതത്തിൽ നമ്മളെ സക്സസ്ഫുൾ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് കുറച്ച് ഡിസിപ്ലിനോട് കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസിലേക്ക് മാറും. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ ആണ് വേണ്ടത്. നാലാമതായാൽ സെൽഫ് ഡെവലപ്മെന്റ് ആണ്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിജിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ജോയിൻ ചെയ്ത ആളായിരിക്കും എന്ന് വിചാരിച്ചു. ആ ഒരു വ്യക്തിക്ക് അടുത്തൊരു വർഷം കൊണ്ടുമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ഫിജിക്കാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാറ്റം എത്ര ശതമാനം അവർ മാറിയിട്ടുണ്ട് എന്ന്. പൊതുവെ നമ്മൾ ഈ ഒരു മേഖലയിൽ വന്ന വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവര് തന്നെ സ്വയം പറയാറുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് അവര് ചുറ്റുവട്ടത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ പറയാറുണ്ട്, നിനക്ക് ആ ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം ഒരു വർഷം കൊണ്ടുള്ള ഡെവലപ്മെന്റ് അതെന്തായിരിക്കും, സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാലാമത്തെ പോയിന്റ് ആയിട്ട് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഉറപ്പായിട്ടും ഉണ്ടായി തീരുന്ന കാര്യമാണ് സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് നല്ല വായനക്കാരനായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഫിജിക്കാർഡിൽ വരുന്ന ഓരോരുത്തരും ഇതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ അവർ നല്ലൊരു വായനക്കാരനായിരിക്കും, അറിവുകൾ സമ്പാദിക്കുന്നവരായിരിക്കും. അപ്പം ഏത് മേഖലയിലും ഫിജിക്കാർഡ് എന്നുള്ള ഏത് മേഖലകളിലെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അതറിയണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വായനയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ വായനാശീലമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ തന്നെ ഈ ഒരു മേഖലയിൽ കടന്നു വന്നതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു വായനക്കാരനായിരിക്കും. സാധാരണക്കാരൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കാര്യങ്ങൾ അറിയാൻ ശ്രദ്ധിക്കും. അപ്പോൾ നല്ല വായനക്കാരിലേക്ക് നമ്മൾ മാറിയിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ആറാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് സമയത്തെ വേസ്റ്റ് ചെയ്യാതെ നോക്കും അല്ലെ. നമ്മുടെ സമയം നമ്മുടെ ജീവിതത്തിൽ ടൈമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ സമയത്തിന് നമ്മൾ വെറുതെ കളയാൻ പാടില്ല. സമയത്തെ വേസ്റ്റ് ചെയ്യാതെ നോക്കണം അല്ലെ. നമ്മുടെ എന്ത് കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ചിന്ത നമുക്ക് വേണം. നമ്മുടെ സമയം ഇപ്പോ ഇതിലെങ്കിലും കുറെ സമയം നമ്മൾ അനാവശ്യമായിട്ട് കളയുന്നുണ്ടെങ്കിൽ നമ്മളത് ചിന്തിക്കണം, ഇതെന്തിനാണ് ഞാൻ ഇത്രയും അനാവശ്യമായിട്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പൊ ഫിജിക്കാർഡിനെ സംബന്ധിച്ചിടത്തോളം ഫിജിക്കാർഡിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടി സമയം ചെലവാക്കണം അല്ലെ. വേസ്റ്റ് ആക്കാതെ ഇത്തരം മേഖലകളിലേക്ക് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മാനേജ് ചെയ്യേണ്ടത്, ഈ ഒരു വിജയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം, വേസ്റ്റ് ആക്കാതെ ഇതിലേക്ക് കയറണം. ഏഴാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. നമ്മളെ ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ട് ഈ ഒരു മേഖലയിൽ എന്താണ് റിസ്ക് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മളിപ്പം നമ്മളെ കൂടെ ഒരാള് വന്ന് ഒരു ആരായിക്കോട്ടെ അല്ലെ, എത്ര ഏജുള്ള ആളായിക്കോട്ടെ, അപ്പോ വന്ന ഒരു വ്യക്തിയെക്കാളും ഒന്നോ രണ്ടോ ദിവസം മുന്നേ ഫിജിക്കാർഡിൽ ഐഡിയ അടിച്ചവനായിരിക്കും ഞാൻ. അപ്പൊ എനിക്കായിരിക്കും കുറച്ചും കൂടി അറിവുള്ളത്. അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യം അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പഠിപ്പിക്കുക എന്നുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു ലീഡർ എന്നുള്ള രീതിയിൽ മാറില്ല. എല്ലാവരും ലീഡർ എന്ന് പറയുന്നത് ഈ എന്ത് കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെയൊക്കെ പഠിപ്പിക്കാൻ തയ്യാറാവുന്ന രീതിയിലേക്ക് മാറണം. അപ്പോൾ അതിനുള്ള റിസ്ക് എടുക്കാൻ ചെയ്യണം. ഇതിലുള്ള റിസ്ക് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറാവുന്ന റിസ്ക് തന്നെയാണ് അല്ലെ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഫിജിക്കാരനെ കുറിച്ചായാലും എന്തായാലും ഞാൻ അറിയണം. ഞാനിപ്പോ BOPയും അതുപോലെ ലീഡേഴ്സിനോട് ചോദിച്ചും കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ടല്ലേ. ഈ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് തന്നെയാണ് ഫസ്റ്റ് ഇതിലുള്ള റിസ്ക് ആയിട്ടുള്ളത്. ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളത്. നമ്മുടെ
ഇവിടെ ഏകദേശം 317 പേരോളം ഉണ്ട്. അപ്പോൾ 317 പേരിലും ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് നമുക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നല്ലാണ്. ഗവൺമെന്റ് ജോലിയാണ് ഏറ്റവും നല്ല ജോലി എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ജീവിതം സെറ്റായി, അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ബഹുഭൂരിപക്ഷം ആൾക്കാരും അല്ലെ. പക്ഷെ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ മാത്രം സന്തോഷമായ ജീവിതം നയിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലേ. അതൊരു സ്ഥായിയായ ജീവിതം മാത്രമായിരിക്കും ചില സമയം. അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് നടക്കാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം. അവർ ആ ജോലി മേഖലകളിൽ മാത്രം നടന്നുപോയി വേറെ ഒരു കാര്യങ്ങളും അല്ലെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ലെ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ ആ റിട്ടയർമെന്റ് ലൈഫിൽ നിന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ. പക്ഷെ അത് തന്നെയാണ് ഫിജിക്കാരനെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ഒരു 10, 20, 30, 35, 40 വർഷം ഒന്നും പണിയെടുക്കേണ്ട വരുന്നില്ല അല്ലേ. 5, 10 വർഷം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതിൽ നിന്ന് നമ്മളുടെ ജീവിതം വളരെ സെറ്റായി. നമ്മുടെ ജീവിതവും നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെ ജീവിതം സെറ്റായി. നമ്മൾ അതിനുള്ള ഉദാഹരണം തന്നെയാണ് സ്വപ്ന മേഡത്തിനെ പോലെയുള്ള വ്യക്തികളൊക്കെ അല്ലെ. ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഇവിടെ വന്നുകൊണ്ട് ഒരു 6 വർഷം 7 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ അവരുടെ ലൈഫ് മാറിയത് തന്നെ നമുക്കറിയാൻ പറ്റും. ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ സമ്പാദ്യം അവർ ഉണ്ടാക്കിയെടുക്കുകയും അതിനേക്കാളും കൂടുതൽ സന്തോഷം അവർ അനുഭവിക്കുകയും ചെയ്യുന്നല്ലേ. പല പല ആൾക്കാരിലേക്കും വരുമാനം എത്തിക്കുന്ന രീതിയിലേക്ക് മാറുകയല്ലേ. ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ അവർക്ക് മാറാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പോ റിസ്ക് എടുക്കാൻ തയ്യാറായി. അപ്പോൾ സ്വപ്ന മേഡം എന്നുള്ള ഒരു വ്യക്തി റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. മേഡത്തിന് ഈ ഒരു മേഖലയെ കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ മേഖലയെ കുറിച്ച് പഠിക്കാനും അതിനനുസരിച്ചിട്ട് ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ശ്രദ്ധിച്ചു. അതിന് ഒരു ഫലം ഉണ്ടായി. അപ്പോൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് 7ാമത്തെ പോയിന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് 8ാമത്തെ പോയിന്റ് ആണ് കീപ് മൂവിങ്. നമ്മൾ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അല്ലെ. നമ്മളെ ഒരുപാട് പേര് നെഗറ്റീവ് ആകും. നമ്മൾ ഓൾറെഡി ഇതിൽ വരുമ്പോഴും വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരു മീറ്റിംഗ് അല്ലെ, നീ ഒരു മീറ്റിംഗ് കാണുന്നു, മീറ്റിംഗ് കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്, നീ ഇത്ര മാസമായി, നിനക്ക് എന്തെങ്കിലും നിന്റെ അക്കൗണ്ടിൽ വരുമാനം വന്നോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നെഗറ്റീവ് ആക്കുക. സ്വന്തം വീടുന്ന പോലും നെഗറ്റീവ് ഉണ്ടാവില്ലേ. പക്ഷെ നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാം. നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ആ ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാം. നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. അതിന് കീപ് മൂവിങ്, മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് 8ാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ടുള്ളത് വിന്നിങ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ നമുക്ക് ഒരു ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ കളിയായാലും ഏത് കളിയായാലും അപ്പോൾ അതിൽ ജയിക്കാൻ വേണ്ടി ഒരു വിന്നിങ് പ്ലാൻ ഉണ്ടാവണം അല്ലെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫിജി കാർഡിൽ വിജയിക്കാൻ ഒരു വിന്നിങ് പ്ലാൻ ഉണ്ടാവണം. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വിന്നിങ് പ്ലാൻ, ഈ ഒരു വർഷത്തെ വിന്നിങ് പ്ലാൻ എന്താണ്? നമ്മളെ റാങ്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ലേ. 1ാമത്തെ റാങ്ക് അല്ലെങ്കിൽ 2ാമത്തെ റാങ്ക് 3ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ആ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി നമ്മളുടെ ഒരു ഡയറിയിൽ നമ്മൾ എഴുതി വെക്കണം അല്ലേ. മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്ലാനോട് കൂടി എനിക്ക് പോകാൻ സാധിക്കണം. അപ്പോൾ തോമസ് ആൽവ എഡിസൺ ഒരു ബൾബ് ഉണ്ടാക്കാൻ എത്ര തവണ ശ്രമിച്ചു? അത്രയും തവണ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം ആ ബൾബ് പ്രകാശിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ അദ്ദേഹം അത് ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെ, അതിന്റെ റിസൾട്ട് ഉണ്ടായി. അതേപോലെ തന്നെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും അതിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്ലാനോട് വിന്നിങ് പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ റിസൾട്ടിലേക്ക് ഉറപ്പായിട്ടും എത്തും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത പോയിന്റ് ആയിട്ട് 10ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ളത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തായിരിക്കും? അവർ ആ മേഖലയെ പറ്റി കൂടുതൽ പഠിക്കാനും ആ ഒരു മേഖലയെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി ചെയ്യുകയും ചെയ്യല്ലേ.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് മേഖല അതിനെക്കുറിച്ചും അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യുക. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കും എന്നുള്ളതാണ്. ഇത്തരം 10 കാര്യങ്ങളാണ് ഈ വിജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ശീലങ്ങൾ മാറ്റേണ്ടത്. അപ്പൊ നമ്മളെ ശീലങ്ങൾ മാറ്റിയാൽ തന്നെയാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ. നമ്മൾ ഈ 10 ഹാബിറ്റ് നമ്മളിൽ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരിക. ആ ഒരു ലക്ഷ്യത്തേക്ക് നമ്മൾ ഉറപ്പായിട്ടും എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 ഹാബിറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ നോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ ലക്ഷ്യം എന്താ? ആ 13ലെ റാങ്ക് എത്തുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്വപ്ന മാഡത്തിന്റെ ഒരു അച്ചീവ്മെന്റ് കണ്ടത്. 1 കോടിയുടെ ഹാപ്പി ഹോം ഫണ്ട് മാഡം വാങ്ങിച്ചിട്ടുണ്ട്. 98 ലക്ഷം രൂപ മാഡത്തിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മാഡം ഒരു ലക്ഷ്യമാക്കി ഇങ്ങനെ എടുത്തത് എത്രയോ വർഷം മുന്നെയാണ്. മാഡം ആ ഫിജിക്കാർഡിൽ ജോയിൻ ചെയ്ത സമയത്ത് ആ മാഡത്തിനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച ലീഡറോട് മാഡം ചോദിച്ച കാര്യമാണ്. ചോദിച്ചെന്താ, ഈ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കമ്പനി തരുമോ എന്നുള്ളത്. ഒറ്റ ഉത്തരാണ് ആദ്യം പറഞ്ഞത്. ഉറപ്പായിട്ടും ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ആണ് ഇത്രയും വലിയ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അവർ ഉറപ്പായിട്ടും ഈ പറയുന്ന പ്ലാനിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കും എന്നുള്ളത് ഇത് മാഡത്തിനടുക്ക പറഞ്ഞു. ആ പറഞ്ഞതിന്റെ ഫലമായിട്ട് തന്നെ മാഡം അതിനനുസരിച്ച് പ്രവർത്തിച്ചു അല്ലെ. അപ്പം മാഡത്തിന്റെ ഒരു അറിവ് 8ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അപ്പൊ മാഡം കരുതിയാണ് എനിക്കിത് സാധിക്കില്ല എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ എന്താ, ഉറപ്പായിട്ടും മാഡം ആ രീതിയിൽ എത്തില്ലായിരുന്നു അല്ലെ. പക്ഷെ ഒരു 4-4.25 കോടി ഒരു 5-6 വർഷം കൊണ്ട് നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് മാഡം എടുത്തൊരു എഫേർട്ട് ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് മാഡം ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ മാഡത്തിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്തതിന്റെ ഫലമായിരിക്കും മാഡത്തിന് റിസൾട്ട് ആയിട്ട് കിട്ടിയത് അല്ലേ. നമ്മളും അതുപോലെ തന്നെ ഇതിൽ വിജയിക്കേണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. നമ്മുടെ നിലവിലുള്ള ജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് ഇതിൽ വിജയിക്കേണ്ടതായിട്ട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ. ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മേഖല ഇപ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഒരു ജോലി ചെയ്യുന്നതിന്റെ ഒരു MNC കമ്പനിയിൽ 18-19 വർഷത്തോളമായി ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ കാര്യം ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു ജോലിയോട് കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ചും ചെയ്യാം, ഇത് സ്വതന്ത്രമായിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെ. അപ്പം അത് ഓരോരാളുടെയും സാഹചര്യം അനുസരിച്ചിട്ടാണ്. പക്ഷെ ആ ഒരു സമയം, ഞാൻ എത്ര സമയമാണോ ഒരു ദിവസം ഇതിൽ ചെലവാക്കുന്നത്, ആ ചെലവാക്കുന്ന സമയത്തിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം അടുത്തതായിട്ട് ഈ ജീവിതത്തിൽ വിജയിക്കാനുള്ള 4 വഴികളെ കുറിച്ച് ഞാൻ പറയാം. വിജയിക്കാനുള്ള ഹാബിറ്റ് ഞാൻ പറഞ്ഞു. അങ്ങനെ വിജയിക്കാനുള്ള 4 വഴികളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. നമ്മളുടെ മനസ്സിനെ ശക്തമാക്കുക എന്നതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സാണ് അല്ലെ, നമ്മുടെ വിജയം പരാജയം ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ മനസ്സാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫിജിക്കാർഡിൽ ഇന്നത്തെ ഒരു മീറ്റിംഗിൽ 7am കയറണോ എന്ന് ഇന്നാണ് നമ്മൾ തീരുമാനിക്കുക അല്ലെ. ഇന്നലെ നമ്മൾ തീരുമാനിച്ചാലും ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ ഇന്ന് ലീഡർ അതാണ്, ഇന്നയാളുടെ 7am ആണ്, ഇന്ന് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ 7am കയറില്ല അല്ലെ. അപ്പോൾ നമ്മളുടെ മനസ്സാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്ന ഫസ്റ്റ് വഴികളിൽ വരുന്നത്. നമ്മുടെ മനസ്സാണ്, എല്ലാവരുടെയും മനസ്സാണ് പിടിച്ചെടുക്കുന്നത്. മനസ്സിനെ ശക്തമാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. ഉറപ്പായിട്ടും ഇന്നലെ നമ്മൾ ഇതിൽ 7am കയറണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി ഇന്ന് രാവിലെ നമ്മൾ തീരുമാനം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം അല്ലെ, അത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു തോന്നല് ഉണ്ടാവണം. എന്താണ്, നമ്മൾ ആ 7am ഉറപ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ BOP കണ്ടു കഴിഞ്ഞാൽ, ഏതൊരു സെക്ഷൻ കണ്ടു കഴിഞ്ഞാലും അല്ല, നമ്മൾ ആ ഒരു മനസ്സ് ശക്തമാക്കാൻ ശ്രമിക്കുക. കുഴപ്പമില്ല, ഇന്ന് എന്തായാലും കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ പോവുക അല്ലെ. ഏത് കാര്യങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും.
മനസ്സിനെ ശക്തമാക്കാൻ നോക്കുക. പിന്നെന്താ, ജീവിതത്തിന് അച്ചടക്കം ഉണ്ടായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ അച്ചടക്കം ഒരു മാസത്തെ ഒരു വർഷത്തെ ഒരു അച്ചടക്കം ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, അച്ചടക്കത്തോടു കൂടി. പിന്നെന്താ, പിന്നെ അടുത്തതാണ് ഇത് പണം അല്ലെ. പണം മാനേജ് ചെയ്യുന്നത് കൃത്യമായിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഘടകമായി വരുന്നത് പണമാണ്. അപ്പോൾ പണം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരു ഫിജി കാർഡിൽ ഇപ്പം വന്നതിന് ശേഷം നമ്മൾ ഓരോ വരുമാനം അല്ലെ, ചെറിയ വരുമാനമായാലും നമുക്ക് വരുന്നുണ്ടാവില്ല. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാലും, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയ സെയിൽസ് മാനേജർ ആയാലും എല്ലാം വരുമാനം വരും. ആ വരുമാനം മാനേജ് ചെയ്യാൻ അറിയണം അല്ലെ. പണം എപ്പോഴും ബുദ്ധിപരമായി മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെ. ആ പണം മാനേജ് ചെയ്യുന്ന രീതി നമ്മൾ കൃത്യമായി അറിയണം എന്നാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ജീവിതത്തിലെ എക്സ്ക്യൂസുകൾ കാണാതിരിക്കുക അല്ലെ. എക്സ്ക്യൂസുകൾ ഉണ്ടല്ലോ. എക്സ്ക്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 7am കാര്യത്തിലായാലും BOP കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഇവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ പറയും, ഇന്ന് എന്നെ കൊണ്ട് പറ്റില്ല, അടുത്ത ആഴ്ച നോക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം നോക്കാം, അല്ലെ ഇപ്പം ഞാൻ കുറച്ച് തിരക്കാണ്. എല്ലാത്തിനും ഒരു കാരണം പറയും അല്ലെ. ആ ഒരു കാരണം നമ്മൾ മാറ്റി വെക്കുക. ഞാനത് ചെയ്യും, അല്ലെങ്കിൽ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്തരം 4 പോയിന്റാണ് നമ്മളെ ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള കുറച്ച് 4 പോയിന്റുകൾ. നേരത്തെ ഞാൻ പറഞ്ഞത് സക്സസ്ഫുൾ ആയിട്ടുള്ള 10 ഹാബിറ്റ്സ് ആണ്. ഇപ്പം സക്സസ്ഫുൾ പിന്നെ വിജയിക്കാനുള്ള കുറച്ച് വഴികളാണ്, 4 വഴികളാണ് ഞാൻ പറഞ്ഞു പോയുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലും അല്ലെങ്കിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ഫിജി കാർഡിൽ വന്നതിന് ശേഷം എൻ്റെതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോവാം. ഞാൻ ഈ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു, കൊറോണ പശ്ചാത്തലത്തിലൊക്കെ ഇതിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു 24 hours എന്നുള്ള രീതിയിലാണ് കമ്പനി പോകുന്നത്. അതിപ്പോൾ സൺഡേ ഒരു ദിവസം അവധി ഉണ്ടാവും, ബാക്കിയൊക്കെ ജോലിയുണ്ട്. അപ്പോൾ അവിടെ ഷിഫ്റ്റ് വൈസ് ആണ്. അപ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂറിന് ശേഷം ഇങ്ങോട്ട് വരും. അപ്പോൾ അത് രാവിലെ 8 മണി കയറി കഴിഞ്ഞാൽ 4 മണിക്ക് ഇറങ്ങാം, 4 മണിക്ക് പോയി കഴിഞ്ഞാൽ 12 മണിക്ക് ഇറങ്ങാം, 12 മണി തൊട്ട് 8 മണി വരെ. അപ്പോൾ ഓരോരോ ആഴ്ചകളിലും ഇങ്ങനെ ഷിഫ്റ്റ് മാറി മാറി പോയി കൊണ്ടിരിക്കാം. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 12 മണിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരും, വീട്ടിലേക്ക് എത്തുമ്പോൾ 12:30 1 മണിയൊക്കെ കഴിയും. എന്നിട്ടും ആ സമയം മാനേജ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റാങ്കുകൾ അച്ചീവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോ ഉറപ്പായിട്ടുണ്ടാവും. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ 7am സെക്ഷനൊക്കെ ആദ്യം കണ്ടു. 7am കണ്ട സമയത്തും എൻ്റെ ഒരു ധാരണ എന്താ, ഈ 7am എല്ലാം ഇങ്ങനെ കണ്ടാൽ മാത്രം മതി, അല്ലെങ്കിൽ കേട്ടാൽ മാത്രം മതി, ഇതിൽ നമ്മൾക്കൊരു റോളില്ല എന്നുള്ള ധാരണയായിരുന്നു ആദ്യം ഉണ്ടായത്. നമ്മളെ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇതിൽ ചെയ്യണം, അല്ലെ എന്തെങ്കിലും ആവണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഇതിലിങ്ങനെ വന്ന് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു ധാരണ ആർക്കും ഉണ്ടാവില്ല, അല്ലെ വരുന്നവർക്ക് ആർക്കും ഉണ്ടാവില്ല. ചില വ്യക്തികൾ തന്നെ പറയുമോ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വരില്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും പല ആൾക്കാരും നിൽക്കുന്നത് അല്ലെ. ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു,